അതിരടി കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഇതൊരു മോശം പടമല്ല. ഇത്രയും ഡീഫെയിം ചെയ്തിട്ട് ഇത്രയും ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു കാര്യം ഈ പടത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. പൊന്നു ഗൈസ്, നിങ്ങളൊരു പടം പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു കോളേജ് പടം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഹൈപ്പ് ഇത്രയും ബഹളം വെച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രേമം, പിള്ളേരുടെ കഥ, കോളേജിലെ കുറേ വൈബ്, കുറേ ഫൺ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എലമെൻ്റാണ് പ്രതീക്ഷിക്കുന്നത്. കുമ്പളങ്ങി നൈറ്റ്സിനകത്തൊക്കെ പ്രത്യേക കഥ ഓർത്താൽ മതി. ചേട്ടൻ, അനിയൻ, അപ്പൻ, ഈ പറഞ്ഞ എല്ലാവരുടെ കൂടി എന്താ സജി കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പോലത്തെ ഒരു ഫാമിലി എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളാണ് ബേസിൽ പഠിക്കാൻ വരുന്നത്. ബേസിൽ പഠിക്കാൻ വരുന്ന കോളേജിനകത്ത് CET എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തെ CETയുടെ അതേ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ കുറേ സംഭവങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ട്രൂ സ്റ്റോറി സംഭവങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട്. ആ കോളേജിനകത്തുണ്ടായ ഒരു അപകടത്തെ മൂലം ആ കൊച്ചു മരിച്ചു പോകുന്നത്, അതിനോട് ബന്ധപ്പെട്ട് പിന്നെ അവിടുത്തെ കോളേജ് ഫങ്ഷൻസ് ബാൻ ചെയ്യപ്പെടുന്നത്, പോലീസിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളെ റിലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇത്തരം കോളേജുകളിൽ പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കലാലയ ജീവിതം എൻജോയ് ചെയ്ത ആൾക്കാർ, +2ൻ്റെ കാലത്തെക്കുറിച്ചല്ല പറഞ്ഞത്, കലാലയ ജീവിതം എൻജോയ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫംഗ്ഷൻ്റെ പുറകെ നടത്താൻ വേണ്ടി നടക്കുകയും ഒരു കോളേജ് മാഗസിൻ നടത്താൻ നടക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ പുറകെ അങ്ങനത്തെ ടൈപ്പിലുള്ള ജീവിതാനുഭവങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ പറഞ്ഞതിനകത്ത് മിക്കവാറും കാര്യങ്ങൾ റിലേറ്റ് ആവും. കാരണം ഇതെല്ലാം നിങ്ങൾ കടന്നുപോയ വഴി തന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് കാലത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരുതരം ബയോപിക് പോലെ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് ഐ ഡിഡ്ന്റ് ഫീൽ എനിത്തിങ് ബാഡ് അബൌട്ട് ഇറ്റ്. കുറേയേറെ ലാഗ് ഉണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ ഒരു 10 മിനിറ്റോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ 5 മിനിറ്റ് എത്തുന്നോളം വരെ കുറേയേറെ ലാഗുണ്ട്. നമ്മൾ എന്തോന്നിത് എന്ന് ഓർക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ നന്നായിട്ട് പല ലെയറായിട്ട് കഥകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾ ലോജിക്ക് എടുത്ത് വെച്ചിട്ട് ഇഴകീറിട്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറി, അതിനകത്ത് നമുക്ക് ഉത്തരം പറയാനില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നോ ബ്രെയിനർ, നോ ലോജിക് കൈൻഡ് ഓഫ് ഫൺ. ആ സ്റ്റൈലുള്ള ഒരു പടമാണിത്. പക്ഷേ ഇത് വാച്ച് ചെയ്യാൻ കൊള്ളത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ബഹളത്തിനുള്ളതൊന്നുമില്ല. ഈ നാട്ടുകാരുടെ കൂടി ഇത് കൊള്ളത്തില്ല, കാക്കാശിന് കൊള്ളത്തില്ല, ആരും കയറണ്ടെന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, നോ, അബ്സല്യൂട്ട്ലി നോട്ട്. ഇത് വർത്താണ് വാച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മോഹിനിയാട്ടം പോലെയോ വാഴ പോലെയൊക്കെ എന്തൊക്കെയോ സമൂഹത്തിന് സന്ദേശം കൊടുക്കുന്ന ആനമുട്ടൻ സംഭവം പുട്ടുകുറ്റിക്കകത്ത് തള്ളി ഇറക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ സംഭവം ഞാൻ പറയത്തില്ല. അതിനുള്ള ഇല്ല തന്നെ. ഇത് അങ്ങനത്തെ റീവാച്ച് പടമൊന്നുമല്ല. അതിനുള്ള പാട്ടുകളോ അങ്ങനത്തെ മൊമെൻറ്റുകളോ ഒന്നും എനിക്കത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ മാത്രമില്ല. പക്ഷേ ഇതൊരു തവണ കാണാനുള്ളതുണ്ട്. അത് നിങ്ങളത് എൻജോയ് ചെയ്ത് കാണും. ഈവൻ ക്ലൈമാക്സ് സീനിലൊക്കെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഓർത്ത് ഞാനെന്തിനും ഇപ്പോൾ കരയുന്നത്, എനിക്ക് കരയാൻ മാത്രം ഇവിടുന്ന് കാണിച്ചില്ലല്ലോ. മേ ബി ഇറ്റ്സ് ടച്ചിങ് മൈ പാസ്റ്റ്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നൊസ്റ്റാൾജിക് ലോ അതിനകത്തുണ്ടായിരിക്കും. എന്തുകൊണ്ടോ എനിക്ക് കണ്ണ് നിറഞ്ഞ കുറേ അനുഭവങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് കുറേ ഇടത്ത് ഫീൽ ചെയ്തു. അതിനകത്ത് ഈ മറ്റേ റിയ ഷിബുവിൻ്റെ പറഞ്ഞ ഡെലിലു സത്യമാണ്. ആ പുള്ളിക്കാരി പഴയ അതേ ലുക്കും പഴയ അതേ ഇതുമായിട്ട് പുള്ളിക്കാരി ഇരിപ്പുണ്ട്. ഡസൻ മാറ്റർ. നമുക്ക് ആ പുള്ളിക്കാരെ കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നും പടത്തിനില്ല. ആ പുള്ളിക്കാരി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒന്നും ആ പടത്തിനകത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് മൊത്തം വേറൊരു സ്റ്റൈലിലുള്ള സ്ട്രഗിളിനെ കുറിച്ച് പറയുന്നത്. അവൻ്റെ ലോകത്ത് നിന്നുകൊണ്ട് അവൻ്റെ ചേട്ടൻ ഒരു സമയത്ത് ആ കോളേജിലെ വലിയ സ്റ്റാറായിരുന്നു, ഭയങ്കര മിടുക്കനായിരുന്നു. അതാണ് വിഷ്ണു അഗസ്ത്യ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്ത ആ ക്യാരക്ടറും അടിപൊളി. അയാളുടെ ഓരോ പെർഫോമൻസിലും നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അതുപോലെയാണ് അയാൾ ആ ക്യാരക്ടർ എടുത്ത് വെച്ചിരിക്കുന്നത്. കൊള്ളാം കേട്ടോ, കിടുക്കുന്നതാണ്. ഓർത്തോളം ടൊവിനോ, വിനീത് ശ്രീനിവാസൻ, ബേസിലൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അയാളുടെ പേരെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഹീ ഡിഡ് സംതിങ് റിയലി ഗുഡ്. അതാണ് എനിക്ക് പറയേണ്ടത്. എനിക്ക് ഷാൻ റഹ്മാനും ഉണ്ട്. എനിവേ അതൊക്കെ ഒരു ഫൺ എലമെൻ്റായിട്ട് കൂട്ടിയെന്ന് പറഞ്ഞാൽ പോലും ഇതിനൊരു സീരിയസ് സ്റ്റോറിയുണ്ട്. നമുക്ക് കരയിപ്പിക്കുന്ന, നമ്മൾ ടച്ച് ചെയ്യിപ്പിക്കുന്ന, ഇമോഷണലി നമ്മളെ തൊടുന്ന. ആൻഡ് എവറി സ്റ്റോറി നിങ്ങൾ ഏത് കഥയെടുത്തു, ഏത് കഥയ്ക്കും ഇമോഷൻ എന്നൊരു സംഭവത്തെ നിങ്ങൾ തൊടുന്നുണ്ടെങ്കിൽ അത് എന്തും ആയിക്കോട്ടെ, കരച്ചിലായിക്കോട്ടെ, പ്രേമമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, പകയായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, ഇഫ് ദാറ്റ് ടച്ചസ് ദറ്റ് ഇമോഷൻ ദെൻ ദാറ്റ് സ്റ്റോറി മെയ്ഡ് എ കൈൻഡ് ഓഫ് പോയിൻറ്റ്. അതിനായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ പറ്റിയെന്നുള്ളതാണ് അതിനകത്ത് അർത്ഥം. ഇൻ ദാറ്റ് വേ അതിരടി മെയ്ഡ് ഇറ്റ്സ് പോയിൻറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ആ ഒരു സ്റ്റൈലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. തിയേറ്ററിൽ പോയി കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു എൻജോയ് ചെയ്ത് പടം കാണുന്ന വ്യക്തിയാണെങ്കിൽ ഡോണ്ട് മിസ് ഇറ്റ്. ഇത് തിയേറ്ററിൽ കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. തിയേറ്റർ ഒരു പ്രാവശ്യം കാണാനുള്ളതുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. വളരെ രസമായിട്ട് തന്നെ കാണാൻ കേട്ടോ. പ്രത്യേകിച്ച് ടൊവിനോ ഒരു ലോക്കൽ ഗുണ്ടയാണ്. തോട്ടക്കുട്ടൻ എന്ന് പറയുന്ന തോട്ട എറിയുന്ന ഒരു ലോക്കൽ ഗുണ്ടയാണ്. ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഗുണ്ട. സോറി, ട്രിവാൻഡ്രംകാരെ തെറി വിളിക്കരുത്. ട്രിവാൻഡ്രം സ്റ്റൈൽ അത് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ
ആ ഒരു ലൊക്കാലിറ്റിക്ക് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പുള്ളിയും പുള്ളിയുടെ കൂടുതലുള്ള ആൾക്കാരെയും പ്രസൻറ്റ് ചെയ്ത സ്റ്റൈൽ എന്തുവാന്നുള്ളത്. നിങ്ങൾക്ക് അത്ര ഒരു ഗുണ്ടയിൽ പോയി കാസർഗോഡോ അല്ലെങ്കിൽ കോട്ടയത്തോ കാണാൻ പറ്റത്തില്ല. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ജനറേ. അത് നന്നായിട്ട് ടൊവിനോ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമാണ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ടൊവിനോയുടെ വൈഫും അതൊക്കെ നല്ല രസമുണ്ട്. ടൊവിനോയുടെ കുടുംബജീവിതവും ടൊവിനെ ഇങ്ങനെ കയ്യിലൊരു ചരട് കെട്ടി ഏലസ് ജപിച്ച് കെട്ടിട്ട് ഇനി മുതൽ അടിപിടിക്കരുത് എന്ന് പറയുന്ന പഴയ മംഗളം മനോരമ കാലത്തെ സുധാകർ മംഗളോദയത്തിൻ്റെയൊക്കെ നോവലുകൾക്കകത്തെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, ചേട്ടൻ അടിയൊക്കെ നിർത്തി, ചേട്ടൻ ഇപ്പോൾ അടങ്ങിയതെങ്കിൽ ഗാനമേള ട്രൂപ്പായിട്ട് ജീവിക്കുകയാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഹിറ്റ് ഇറ്റ് വെൽ. അയ്യോ, പുള്ളിയുടെ ഒത്തിരി മൊമെൻറ്റിനകത്ത് നമുക്ക് നല്ല രസമായിട്ട് തോന്നുകയും ചെയ്യും. നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് നന്നായിട്ട് മാസ് അഭിനയിക്കാൻ പറ്റുന്ന പോയിന്റുകൾ പുള്ളിക്ക് ഉണ്ട് തന്നെ. ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ്. എനിക്കതിനകത്ത് പുള്ളിയുടെ ചില മീമുകൾ പോലും ഇനി ഇറങ്ങാൻ പറ്റുന്ന ടൈപ്പിലുള്ള കുറേ സാധനമുണ്ട്. ഈവൻ കുറച്ച് റീൽ മെറ്റീരിയലൊക്കെ ടൊവിനോയ്ക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിരിക്കുന്നു. ടൊവിനോയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ലതായിട്ട് നല്ല ബാലൻസ് ചെയ്ത് തന്നെ ടൊവിനോ അത് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ബേസിലിൻ്റെ മാത്രം ശരിയാണ്, ചിലപ്പോൾ ഒരു മീറ്റർ ഇച്ചിരി കൂടിപ്പോയോ എന്ന് പലയിടത്തും നമുക്ക് തോന്നുന്ന അഭിനയമുണ്ട്. സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുന്ന പടമാകുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ കയ്യിൽ നിന്ന് ഇട്ടേക്കാം, ഈ കളച്ചത് കൂടാനായിട്ട് ഞങ്ങൾക്ക് 2 കൊട്ട മണ്ണോടെ കൂടുതൽ ഇട്ടേക്കാം എന്ന് പറഞ്ഞ പോലത്തെ അഭിനയം ചില നേരത്തുണ്ട്. പക്ഷേ നമുക്ക് ബേസിലിൻ്റെ ഇപ്പം ധ്യാൻ ശ്രീനിവാസിൻ്റെ കാര്യം പറഞ്ഞവരാണ്, നമ്മുടെ പയ്യനല്ലേ എന്ന് തോന്നുന്ന പോലത്തെ ഫീലിംഗാണ്. പുള്ളി ഇച്ചിരി കൂടുതൽ അഭിനയിച്ചാലും കുഴപ്പമൊന്നുമില്ല, പോട്ടെന്നേ എന്ന് പറയുന്ന പോലത്തെ ഒരു സീൻ തീർച്ചയായിട്ടും ഒരു തവണ കാണാറുള്ളത് ഈ പടത്തിനകത്തുണ്ട്. മരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഈ പേരുൾപ്പെടെ കൊടുത്ത ഇമേജ് ഉണ്ടല്ലോ, ഈ വെളിയിൽ കൊടുത്ത ഇമേജ്, ആ ഇമേജ് തെറ്റിപ്പോയെന്ന് എനിക്ക് സംശയമില്ല. അതല്ല ഈ പടം. ഇവർ കൊടുത്ത ഇമേജിലുള്ള സാധനം അല്ല പടം. ഇവർ വെളിയിൽ കൊടുത്തുകൊണ്ടിരുന്ന ഇൻ്റർവ്യൂകളും ബഹളങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ അവർ തമ്മിൽ അങ്ങോട്ട് അടിപിടിച്ച് കൊല്ലാൻ പോകുന്ന എന്തോ ഒരു സംഭവം മോഡലാണ് എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് കിട്ടിയ ഇമേജ്. അതല്ല ഈ പടത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അത് തമ്മിൽ ഒരു ക്ലാഷ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് മേ വർത്ത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.